ധനുമാസമായി തിരുവാതിരയും എത്താറായി. നമുക്കൊന്ന് കൂവ വരികയല്ലോ. തിരുവാതിര ആയാലും ഏകാദശി ആയാലും വ്രതം എടുക്കുമ്പോൾ വയറിന് പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂവ വിരകിയത് കഴിക്കുന്നതെന്ന് മുതിർന്നവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി അറിയാത്തവർക്കായി ഇവിടെ ഞാനൊരു ചെറിയ സ്ക്രിപ്റ്റ് ഇട്ടിട്ടുണ്ട്. അറിയുന്നവർക്ക് അത് സ്കിപ്പ് ചെയ്യാട്ടോ. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തണേ. എന്നാലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. കൂവ സാധാരണ സെമി സോളിഡ് ആയിട്ടും നല്ല കട്ടിയായിട്ടും ആൾക്കാർ ഉണ്ടാക്കാറുണ്ട്. അതിനനുസരിച്ച് കൂവ പൊടിയുടെ അളവിലും വ്യത്യാസം വരും കേട്ടോ. ഇന്ന് ഞാൻ കുറച്ച് കട്ടി പാകത്തിനാണ് കൂവ ഉണ്ടാക്കുന്നത്, ഒരു ഹൽവ പാകത്തിന്. ഈ ഒരു റെസിപ്പിയിലേക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 100 ഗ്രാം കൂവപ്പൊടിയാണ്. അതിൻ്റെ കൂടെ തന്നെ 100 ഗ്രാം ശർക്കരപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാൻ പോവാണ് കേട്ടോ. നെയ്യ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു ഇളം ചുവപ്പ് നിറമാവുമ്പോൾ അത് നമുക്ക് തീന്ന് പുറത്തേക്ക് എടുക്കാം. ഇതപ്പോൾ ഒരു ഇളം ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തൊന്ന് മാറ്റാം. ഇനി നമുക്ക് കൂവപ്പൊടി ഒന്ന് പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഞാൻ അതിനു വേണ്ടി ഒരു വലിയ ബൗളിലേക്ക് കൂവപ്പൊടി മാറ്റിയിട്ടുണ്ട്. ഓർമ്മയുണ്ടല്ലോ, 100 ഗ്രാം ഉണ്ട് ഈ പൊടി. നമ്മളിത് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാൻ പോവാണ്. അതിനു വേണ്ടിയിട്ടാണ് വലിയ ബൗൾ എടുത്തത്. ഇതിലേക്ക് ഒരു 400 മില്ലി വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. 100 ഗ്രാമിന് 400 മില്ലി വെള്ളം. ഇനി കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അല്പനേരം ഇരുന്നാലും അത് പൊടി പിന്നെയും താണു പോകും. അടുപ്പത്തേക്ക് ചേർക്കുന്നതിന് മുന്നേ പിന്നും ഒന്ന് മിക്സ് ചെയ്യേണ്ടി വരും. കൂവപ്പൊടി അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മളൊരു പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ച 100 ഗ്രാം ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം, ഏകദേശം 125 ml ഉണ്ടാവും, അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ മിക്സ് ചെയ്തത് അടുപ്പത്ത് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അതൊന്ന് ശർക്കരയെല്ലാം അലിഞ്ഞ് ഒന്ന് തിളയ്ക്കുന്നത് വരെ വെക്കാം. തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു 3 ഏലക്കായി ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം ഏലക്കായുടെ പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചു കൊടുക്കാം, ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കൂവപ്പൊടി വെള്ളം മിശ്രിതം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം തീ ഒന്ന് കുറച്ച് തന്നെ വെച്ചു കൊടുക്കണേ. കാരണം എന്താണെന്ന് വെച്ചാൽ കൂവ പെട്ടെന്ന് വെന്ത് വരും. ഇനി പതുക്കെ ഇളക്കി കൊടുക്കാം. പതുക്കെ ഇളക്കി കൊടുക്കണം, പക്ഷേ നമ്മളെ തവി എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ വേണം ഇളക്കി കൊടുക്കാൻ. കണ്ടോ, വെന്ത് വന്ന കൂവപ്പൊടിയുടെ ഭാഗങ്ങൾ ഇങ്ങനെ മേലെ ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കാണാൻ പറ്റുന്നില്ലേ? ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് നേന്ത്രപ്പഴം, നല്ല പഴുത്ത നേന്ത്രപ്പഴം മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചാൽ മതി. കൈ വിടാതെ ഇളക്കി കൊടുക്കണേ. ഇടയ്ക്കൊക്കെ എൻ്റെ കൈ ഒന്ന് വിട്ടുപോകുന്നുണ്ട്. ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ്, മറന്നു പോരുത്. ഇതാ കൂവ നന്നായിട്ട് കട്ടിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഈ സമയത്ത് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു നോൺ സ്റ്റിക്ക് പാനോ അല്ലെങ്കിൽ ഒരു തിക്ക് ബോട്ടം പാനോ യൂസ് ചെയ്യാം കേട്ടോ. ഇത് കണ്ടോ, വെന്ത ഭാഗങ്ങളൊക്കെ നല്ല ബ്രൗൺ കളറിലായിട്ടുണ്ട്. ഇനിയും കുറേ ഭാഗം ഇങ്ങനെ പാല് പോലെ കിടക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് വെന്ത് വരണം. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ച തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തോ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് ചിരകിയെടുത്ത തേങ്ങയോ ചേർക്കാം കേട്ടോ. രണ്ടായാലും കുഴപ്പമില്ല. ഇപ്പോൾ പാനിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 90% കുക്കായിട്ടുണ്ട്. എന്നാലും ചില ഭാഗങ്ങളൊക്കെ കുക്കാവാനുണ്ട്. ഇതാ നമ്മുടെ കൂവ വിരകിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാ ഭാഗങ്ങളും കുക്കായിട്ടുണ്ട്. ഇത് റെഡി ടു സെർവ് ആണ്. വേണമെങ്കിൽ കുറച്ച് ഫ്രഷ് തേങ്ങ ചിരവിയതുണ്ടെങ്കിൽ ഒന്ന് മേലെ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. കൂവ വിരകാൻ ഒരുപാട് പേർക്കറിയാം. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ റെസിപ്പി ചെയ്തിട്ടുള്ളത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ. കമൻറ്റിലിട്ടാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.